540, 530 മാർക്കൊക്കെ ഉണ്ടെങ്കിലും ESI മെഡിക്കൽ കോളേജുകൾ 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. IP ആണെങ്കിൽ ആ 24,000 രൂപ വാർഷിക ഫീസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം 550, 540 മാർക്കൊക്കെ ആണെങ്കിലും കിട്ടും. വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് അവരേത് കോളേജിൽ ചേർന്ന് കഴിഞ്ഞാലും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് OECയുടെ പ്രത്യേകത. ഒരു 620, 630 റേഞ്ചിനൊക്കെ മുകളിൽ മാർക്ക് മേടിക്കത്തക്ക രീതിയിൽ വരണം. എന്നാലേ നമുക്ക് ഉറപ്പായിട്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഗവൺമെൻറ് MBBSയിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു എമൗണ്ട് ചോദിക്കുന്നു എന്നല്ലാതെ ഇൻകം ബേസ്ഡ് മാത്രമായിട്ട് ഒരു റിസർവേഷനും കേരളത്തിൽ മെഡിക്കലിനില്ല. എന്നാൽ എഞ്ചിനീയറിങ്ങിന് ഉണ്ട് താനും. സാം ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം 3 കമൻറ്റാണ് ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, കേരള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജ്, അതായത് കാറ്റഗറിയിൽ 35% സീറ്റ് ലഭിക്കും. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 75ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ക്രിസ്മസ് പുതുവത്സരത്തിനൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിലേക്ക് യാത്രയായിരിക്കണമല്ലേ സാർ? എല്ലാ മേഖലയിലുമുള്ള ലോങ് ടൈം ആണെങ്കിലും, അതായത് +1, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ റിപ്പീറ്റഡ് കുട്ടികളാണെങ്കിലും എല്ലാം 2023 ഈ ക്രിസ്മസ് എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു ക്രിസ്മസ് ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് പേരൻസും കുട്ടികളും എല്ലാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും ബ്രില്യൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിലും എല്ലാ സ്റ്റാഫുകളുടെ തലത്തിലും സാറുമാരുടെ തലത്തിലും എല്ലാം ഏറ്റവും മനോഹരമായൊരു ക്രിസ്മസ് ആശംസയും നമ്മളുടെ നേരുകയാണ്. അതെ സാർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് ഒരു ആശയം പങ്കുവെക്കുകയുണ്ടായി. അതിന് വലിയൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയെന്ന് തന്നെ തീർച്ചയായിട്ടും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ നമ്മുടെ കുട്ടികൾക്കും പേരൻസിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേരൻസ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിൻ്റെ അടിയിൽ കമൻറ്റ് മെൻഷൻ ചെയ്യും, അവരുടെ സംശയങ്ങൾ കമൻറ്റായി മെൻഷൻ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു മറുപടി നൽകുമെന്നും നമ്മുടെ പ്രേക്ഷകരോട് പറയുകയുണ്ടായി. അതെ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് പേരാണ് അവർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയി എഴുതിക്കൊണ്ട് തന്നെ കമൻറ്റുകൾ എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു മറ്റൊരു ചർച്ചയായിട്ട് തന്നെ പോകേണ്ട ഒരു മേഖലയാണെന്ന് തോന്നുന്നു. കാരണം ഒരു ചെറിയൊരു എപ്പിസോഡിൽ ഒതുക്കാതെ നമുക്കതിന് മാത്രമായിട്ട് തന്നെ പോലും ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു കാര്യമാണ് ശിവൻ സാർ ഇപ്പോൾ പറഞ്ഞത്. ശിവൻ സാറിനൊപ്പം, അതായത് ശിവൻ സാർ നിങ്ങൾക്ക് വേണ്ട മറുപടികൾ കൃത്യമായി നൽകിക്കൊണ്ട് വരുന്ന ആഴ്ച മുതൽ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അല്ലെ സാർ? കൃത്യമായിട്ടും മറുപടി പറഞ്ഞു തന്നുകൊണ്ടുള്ള, അതായത് നിങ്ങളുടെ കമൻറ്റുകൾക്ക് കൃത്യമായ മറുപടി, ഓരോ വീഡിയോയിലും താഴെ വരുന്ന കമൻറ്റുകൾക്ക് ജെന്യുവിനായിട്ടുള്ള എല്ലാത്തിനും നമുക്കറിയാവുന്ന രീതിയിൽ നമുക്കത് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം യഥാസമയം ക്ലിയർ ചെയ്തുകൊണ്ട് ഏറ്റവും ഡീറ്റെയിൽഡായി ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിലൂടെ ഈ ഒരു എൻട്രൻസ് മേഖലയിലേക്ക് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും നയിക്കും. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം 100% ആത്മാർത്ഥമായി തന്നെ ഞങ്ങൾ നിറവേറ്റും. അപ്പോൾ സാർ, നമുക്ക് ഇന്ന് ആദ്യം ഞങ്ങളൊരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം പങ്കുവയ്ക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ശിവൻ സാർ, തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരായ നമ്മുടെ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര മാർക്കുകൾ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടും? കാരണം ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുകയാണ്. നീറ്റ് 2024 നാം എത്രത്തോളം ഇനി മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു, എത്രത്തോളം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു, എത്രത്തോളം കൂടുതൽ മാർക്കുകൾ കരസ്ഥമാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് ഈ സമയം. അപ്പോൾ 2023 ഓരോ മേഖലയിലും കിട്ടിയ റാങ്കിൻ്റെയും മാർക്കിനെയും ഒക്കെ ഈ ഒരു സമയത്ത് അപഗ്രഥിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓരോ വിദ്യാർത്ഥിക്കും വലിയ ടാർഗറ്റുകളാണ് അവരിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്കോറുകൾ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കണം ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാൻ? തീർച്ചയായിട്ടും. കാരണം ഈ മെഡിക്കൽ ഒരു ആസ്പിരൻ്റ് എന്ന് പറയുന്നത്, അതിപ്പോൾ ഏത് ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടിക്കാണെങ്കിലും ഒരു മെഡിക്കൽ ആസ്പിരൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു ഗവൺമെൻറ് MBBS സീറ്റുകൾ എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം കുറേയും കൂടിയൊക്കെ ഉത്തരവാദിത്വം കൂടുമ്പോഴും കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴൊക്കെയാണ് എയിംസ് എന്നും ജിമ്മറെന്നും AFMC എന്നും അങ്ങനെ കാറ്റഗറി തിരിച്ചു പോകുന്നത്. ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് മേഖലയിലൊരു MBBS സീറ്റ് എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് 2 രീതിയിലാണ്. ഒന്ന്, ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഗവൺമെൻറ് MBBS സീറ്റ് നമുക്ക് നേടാം. ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലുള്ളവർക്ക് കേരളത്തിലെ സീറ്റുകളും കരസ്ഥമാക്കാൻ നമ്മൾ പറയുകയുണ്ടായി. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 349ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 8000ഓളം സീറ്റുകളാണ് ഗവൺമെൻറ് മേഖലയിൽ MBBS എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിന് കഴിഞ്ഞ തവണ കിട്ടിയ മാർക്കെന്ന് പറഞ്ഞാൽ 720ൽ 610 മാർക്കാണ്. നമുക്ക് ഒരു അടിസ്ഥാനമായിട്ട് പറയുകയാണെങ്കിൽ 4 റൗണ്ടാണ് ഓൺലൈനായിട്ടുണ്ടായിരുന്നത്. എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തിയപ്പോൾ
ജനറൽ വിഭാഗത്തിൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റ് ഓപ്പൺ വിഭാഗത്തിൽ OBC കാറ്റഗറിയിലൊക്കെ ഏതാണ്ട് 610 മാർക്ക് കിട്ടിയവർക്കാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് MBBS കിട്ടിയ ലാസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് 23,000 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്കിങ് പറയുകയാണെങ്കിൽ 23,000 റാങ്ക്, 20 ലക്ഷം പേരെഴുതിയതിൽ 23,000 റാങ്കെങ്കിലും വന്നവർക്കാണ് ആ ഒരു സീറ്റ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. കേരളത്തിൻ്റെ രീതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണുള്ളത്. ഏതാണ്ട് 1,755 ഗവൺമെൻറ് MBBS സീറ്റിൽ 261 ഓൾ ഇന്ത്യ കോട്ട സീറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി 1,470 സീറ്റുകളാണ് ഗവൺമെൻറ് മേഖലയിലുള്ളത്. അതിൽ 50% സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 850 കേരള മെഡിക്കൽ റാങ്ക് ഉള്ളവർക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത്. എന്ന് പറയാൻ നമുക്കറിയാം ഏതാണ്ട് 640 മാർക്കായിരുന്നു. അപ്പം യാതൊരുവിധ റിസർവേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ വിഭാഗത്തിൽ 640 മാർക്കെങ്കിലും കിട്ടിയ കുട്ടിക്കാണ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത്. ഇനി അതിൻ്റെ റിസർവേഷൻ സാധ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 610 മാർക്കിന് അടുത്ത് വരെയുള്ളവർക്ക്, ഇപ്പോൾ ഈഴവ വിഭാഗം, OBC വിഭാഗം, വിശ്വകർമ്മ വിഭാഗം, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ബാക്ക്വേർഡ് ഹിന്ദു, അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾക്ക് 610 മാർക്കിനടുത്തൊക്കെ വളരെ സേഫായിട്ട് നിൽക്കുന്നത് കാണാം. BH ലാറ്റിൻ കാത്തലിക്സ് പോലെയുള്ള വിഭാഗങ്ങൾ അല്പം കൂടി 590 റേഞ്ച് വരെയൊക്കെ എത്തിയിട്ടുണ്ട്. SC/ST വിഭാഗങ്ങളിൽ, SC വിഭാഗത്തിൽ നമുക്കറിയാം പ്രത്യേകിച്ച് ഫീസിൻ്റെ ഒരു ഘടന, അവർക്ക് എല്ലാ കോളേജുകളിലും ഫീസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഏതാണ്ട് ഒരു 450 മാർക്ക് വരെയുള്ള കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ST വിഭാഗത്തിന് നോക്കുമ്പോൾ അവർക്കും ഫീസില്ല. ഏതാണ്ട് 330 മാർക്ക് വരെയൊക്കെ ഉള്ളവർക്ക് കേരളത്തിൽ തന്നെ MBBS പഠിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതാണ് ഗവൺമെൻറ് മേഖലയിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് MBBS പറയാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സർ, അതുപോലെ തന്നെ എയിംസ് ഡൽഹി അല്ലെങ്കിൽ എയിംസ് സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ MBBSനെ കുറിച്ചും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ കോഴ്സുകൾ അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ കുട്ടികൾ കൂടുതൽ സെർച്ച് ചെയ്യുമ്പോഴാണ് എയിംസ് സ്ഥാപനങ്ങളെക്കുറിച്ചും ജിപ്മറിനെ കുറിച്ചും ഒക്കെ അവർ കൂടുതൽ അറിയുകയും അതിലോട്ട് തങ്ങളുടെ ടാർഗറ്റ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മലയാളി വിദ്യാർത്ഥികളുടെ വലിയൊരു സ്വാധീനം എണ്ണത്തിൽ കൂടുതലൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ, അതായത് കേരളത്തിൽ നിന്നുള്ള ആ കംഫർട്ട് സോൺ മാറി ഇതുപോലെയുള്ള ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുള്ളതാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏത് കോഴ്സെന്ന് പോലുമില്ല. ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു മേഖല. അതിൽ മലയാളികൾ ഈ മേഖലയിൽ വളരെയധികം കടന്നു ചെല്ലുന്നുണ്ടെന്നുള്ളതും അത് അതിനൊരു ഭാഗമാകാൻ ബ്രില്യൻറ്റിന് കഴിഞ്ഞു എന്ന് പറയുന്നതും തികച്ചും അഭിമാനാർഹം തന്നെയാണ്. അപ്പോൾ ശിവൻ സാർ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എയിംസ് ജിപ്മറിലൊക്കെ പോലുള്ള പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തണമെങ്കിൽ വിദ്യാർത്ഥികൾ നേടേണ്ട കട്ട് ഓഫ് സ്കോർ എത്രയാണ്? തീർച്ചയായിട്ടും. കാരണം അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ്സിനൊക്കെ ശേഷമാണ് ഈ ഒരു തിരിച്ചറിവിലോട്ട് എത്തുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള കുട്ടികളെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഏറ്റവും ഡീപ്പായിട്ട് പഠിക്കുകയും ഇതുപോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്തണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, 11-12 തിയറി, അതിനെക്കുറിച്ച് വ്യക്തമായ ബോധത്തോടുകൂടി ആ സമയം തന്നെ അത് നോക്കി പ്രാക്ടീസ് ചെയ്ത് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ചെയ്യേണ്ട ലക്ഷ്യത്തിന് വളരെ ഹാർഡ് വർക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം എയിംസ് ഡൽഹിയിലാണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് 720-710 മാർക്കിന് മുകളിൽ, അതായത് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗമാണെങ്കിൽ 20 ലക്ഷം പേരെഴുതുന്നതിൽ ഓൾ ഇന്ത്യ റാങ്ക് 50 മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക് എയിംസ് ഡൽഹിയിലേക്ക് നമുക്കൊരു സ്റ്റുഡൻ്റായിട്ട് കയറി ചെല്ലാനാവുകയുള്ളൂ. OBC വിഭാഗമാകുമ്പോൾ അല്പം മാർക്ക് കുറവ്, അതായത് ഒരു 705 അല്ലെങ്കിൽ 700 പറ്റില്ല, ഒരു 705, അതായത് ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 200 റാങ്കിങ് എന്നൊക്കെ പറയാം. അത്രയും ടോപ്പാണ്. അതായത് ഇന്ത്യയിൽ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഒന്നാമത്തെ ഓപ്ഷൻ എയിംസ് ഡൽഹി തന്നെയാണ്. ജിപ്മറൊക്കെ ആകുമ്പോഴേക്കും അവിടെയും നമുക്കറിയാം ഒരു 250 ഓൾ ഇന്ത്യ റാങ്ക്, 700-ന് മുകളിൽ തന്നെ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജിപ്മർ പോണ്ടിച്ചേരിയിലും കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കാര്യം പറയാൻ 2100 MBBS സീറ്റുകൾ ആ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും ഒന്നാമത്തെ ഓപ്ഷനുകൾ ഈ എയിംസിൻ്റെ ബാക്കിയുള്ള കോളേജുകളാണ്. ഭോപ്പാലും ഭുവനേശ്വറും ജോധ്പൂറും ഋഷികേശും ഒക്കെ തന്നെയാണ് എല്ലാ കുട്ടികളുടെയും ഓപ്ഷൻ. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാം ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഒരു 4000-4500 എത്തുമ്പോഴേക്കും
അതായത് ഒരു 670 റേഞ്ചിൽ എത്തുമ്പോഴേക്കും തന്നെ എയിംസിൻ്റെ സീറ്റുകൾ തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എയിംസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ 720 തന്നെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഇനിയുള്ള മാസക്കാലം ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ ഇതിനെ ശ്രദ്ധയോടുകൂടി നീറ്റിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ജിമ്മറിലാണെങ്കിലും ജിമ്മറിൻ്റെ 2 ക്യാമ്പസുകളിലാണെങ്കിലും ഏതാണ്ട് ഈ ഒരു റേഞ്ചിലോട്ട് തന്നെ നമുക്ക് സ്കോർ കാണണം. 650 മുകളിലുണ്ടെങ്കിൽ കരയ്ക്കലാണെങ്കിൽ പോലും നമുക്കൊരു സീറ്റ് ലഭിക്കുകയുള്ളൂ. ജിമ്മറിൽ ബാക്കി OBC വിഭാഗം ഒക്കെ ആണെങ്കിലും 700 മുകളിൽ തന്നെ ഉണ്ടെങ്കിൽ പോണ്ടിച്ചേരിയിൽ നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. ഇനിയുള്ളത് AFMC ആണ്. AFMCക്ക് നമുക്കറിയാം 145 സീറ്റുകൾ മാത്രമേ അവിടെയുള്ളൂ. അവിടെ ഏതാണ്ട് പെൺകുട്ടികൾക്കാണെങ്കിൽ 35 സീറ്റുകളാണുള്ളത്. അപ്പോൾ 648, അപ്പോൾ 650 തന്നെ അവിടെ വേണം നമുക്ക് ടാർഗറ്റായിട്ട് പറയാം. അതിനുശേഷം മെഡിക്കൽ ഫിറ്റ് ആയിരിക്കണം, ഇംഗ്ലീഷ് ടോളർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കലി വളരെ ഹെൽത്തി ആയിരിക്കണം, നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കണം, ഇംഗ്ലീഷ് നോളജ് ജനറൽ നോളജ് ഒക്കെ ഉള്ള ഇൻ്റർവ്യൂവിനൊക്കെ നല്ല സ്മാർട്ടായിട്ട് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് അതിന് കൂടുതൽ സാധ്യതകളുള്ളൂ. അപ്പോൾ പെൺകുട്ടികൾക്ക് ഒരു 650 മാർക്ക് നീറ്റിന് ടാർഗറ്റായിട്ട് വെക്കാൻ സാധിക്കും. ആൺകുട്ടികളാണെങ്കിൽ ഒരു 622 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ. 110 കുട്ടികളെ ഫൈനൽ സെലക്ട് ചെയ്തപ്പോൾ 1100 പേരെ സെലക്ട് ചെയ്യുമെങ്കിൽ പോലും അതിൽ ഫൈനലായിട്ട് വരുമ്പോൾ 110 പേർക്കാണ് ആൺകുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പം ഒരു 622 ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു 620 മുകളിൽ സ്കോർ ലക്ഷ്യം വെച്ചാൽ മാത്രമേ AFMCയിലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഇടം പിടിക്കുകയുള്ളൂ. പിന്നെ ESI IP നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ MBBS എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും ലോവസ്റ്റ് സ്കോറിന് കയറാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ESI IP വാർഡുകൾക്കായിട്ട് 11 കോളേജുകളിൽ ESI MBBS സീറ്റുകളുണ്ട്. അവിടുത്തെ 35% സീറ്റ്, ഏതാണ്ട് 450ഓളം സീറ്റുകൾ ജനറൽ വിഭാഗത്തിന് നമ്മൾ 610 മാർക്കെന്നാണ് എല്ലാവർക്കും പറഞ്ഞത്. ESI IP ആകുമ്പോഴേക്കും ഒരു 550 മാർക്ക്, അതായത് ഓൾ ഇന്ത്യ റാങ്കിങ് വരുമ്പോൾ ഒരു 65,000 ഓൾ ഇന്ത്യ റാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിലും ESIയുടെ മെഡിക്കൽ കോളേജുകൾ IP വാർഡാണെങ്കിൽ നമുക്കൊരു 550 മാർക്ക്, അതായത് 65,000 ഓൾ ഇന്ത്യ റാങ്കിന് കഴിഞ്ഞ തവണ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അവിടെ OBC EWS വിഭാഗമൊക്കെ ആണെങ്കിൽ ഒരു 70,000 വരെ, ചെറിയൊരു വ്യത്യാസം, 540 530 മാർക്കൊക്കെ ഉണ്ടെങ്കിലും ESI മെഡിക്കൽ കോളേജുകൾ 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. IP ആണെങ്കിൽ ആ 24,000 രൂപ വാർഷിക ഫീസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം 550 540 മാർക്കൊക്കെ ആണെങ്കിലും കിട്ടും. പക്ഷേ അത് ടാർഗറ്റായിട്ട് എടുക്കരുത്. 600 മാർക്കിന് മുകളിൽ തന്നെ അവർ ടാർഗറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ 550 560 എത്തുകയുള്ളൂ. അവിടെയും കോമ്പറ്റീഷൻ കൂടുകയാണ്. കൂടുതൽ കുട്ടികൾ അതിനകത്തിട്ട് അപ്ലൈ ചെയ്യുന്നിടത്ത് വരുന്നുണ്ട്. പിന്നെയുള്ളത്, അപ്പം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം ഗവൺമെൻറ് MBBS പറഞ്ഞു, അതുപോലെ തന്നെ എയിംസ് പറഞ്ഞു, ജിപ്മർ പറഞ്ഞു, ESI മെഡിക്കൽ കോളേജ് പറഞ്ഞു. പിന്നെ നമുക്കുള്ളത് അറിയാം ഡീംഡ് കോളേജുകളാണ്. ഡീംഡിൻ്റെയും പ്രധാനപ്പെട്ട കോളേജുകൾ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം മണിപ്പാൽ ക്യാമ്പസ് ആദ്യത്തെ 10 കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ 18 ലക്ഷം രൂപ വാർഷിക ഫീസ് വരുന്ന മണിപ്പാൽ അതിനകത്തുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ 20,000 10,000 വാർഷിക ഫീസെങ്കിലും മണിപ്പാൽ പോലുള്ളൊരു ഡീംഡ് കോളേജ് ആദ്യത്തെ 10 തന്നെ വരുന്നുണ്ട്. 500 മാർക്കിനെങ്കിലും മുകളിൽ മേടിച്ചാൽ, അല്ലെങ്കിൽ 530 മാർക്കിന് മുകളിൽ മേടിച്ചാലേ മണിപ്പാലിൽ നമുക്ക് MBBS കിട്ടുള്ളൂ. അപ്പം ഡീംഡിൽ തന്നെ അമൃത മെഡിക്കൽ കോളേജ് നല്ല റാങ്കിങ്, അതായത് ഒരു 450 480 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അമൃതയിൽ നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പം ഡീംഡ് മേഖലയിൽ നമുക്ക് ഫീസ് കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ മാർക്ക് കുറവ് മതി എന്നുള്ളതില്ല. അവിടെയും വളരെ കൂടുതൽ മാർക്ക് വേണ്ട കുറേയധികം കോളേജുകളുണ്ട്. പിന്നെ പ്രത്യേകത, ഫീസിന് വലിയ വ്യത്യാസമുള്ളത് കൊണ്ട് ബാക്കി ചില കോളേജുകളിൽ ഏതാണ്ട് 52ഓളം കോളേജുകളിലായിട്ട് 8,000ഓളം ഡീംഡ് കോളേജിൽ MBBS ഉള്ളത് കൊണ്ട് ഏതാണ്ട് വാർഷിക ഫീസ് 25 ലക്ഷത്തിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും 130 മാർക്ക് ഉണ്ടെങ്കിൽ, മിനിമം കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും MBBS കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമുക്ക് അടുത്തുള്ള ടോപ്പായിട്ടുള്ള കോളേജുകൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെയും തീർച്ചയായിട്ടും ഒരുവിധം നല്ല സ്കോർ തന്നെ ഉണ്ടായിരിക്കണം. ഇതാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം. കേരളത്തിലെത്തുമ്പോഴേക്കുമാണ് കേരളത്തിലെ റിസർവേഷൻ അനുസരിച്ചും ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ വ്യത്യസ്ത കോളേജുകളും അതുപോലെ തന്നെ മൈനോറിറ്റിയും OBCയും ഒക്കെ അനുസരിച്ചുള്ള പ്രവേശനങ്ങൾ വീണ്ടും ഒത്തിരി മാർക്കിൻ്റെയും റാങ്കിൻ്റെയും ഒക്കെ വേരിയേഷൻ വരുന്നത്. കേരളത്തിൽ നമ്മളിപ്പം ഗവൺമെൻറ് മേഖലയിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ 850 ആയിരുന്നു കേരള മെഡിക്കൽ റാങ്ക്, ഒരു 640 ടാർഗറ്റ് ഉണ്ടെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. സെൽഫ് ഫിനാൻസിങ് മേഖലയിലോട്ട് വരും. 19 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏതാണ്ട് 7.5 lakhs പെർ ഇയർ ആയിരുന്നു. അപ്പോൾ ഒരു 500 മാർക്കൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 7.5 lakhsന് നമുക്ക് കേരളത്തിൽ ഓപ്പൺ വിഭാഗത്തിലൊരു സീറ്റ് കിട്ടുകയുള്ളൂ. അവിടെ പിന്നെ ധാരാളം റിസർവേഷൻ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റി എന്നുള്ളതും മുസ്ലിം മൈനോറിറ്റി എന്നുള്ളതും അതുപോലെ തന്നെ NRI സീറ്റുകളും അങ്ങനെ കൂടുതൽ അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു വ്യത്യാസം മാർക്കിനുണ്ടെങ്കിലും, എന്നാലും
ഒരു 50 മാർക്കിൻ്റെയൊക്കെ ഒരു റിലാക്സേഷൻ അവിടെ കിട്ടുകയുള്ളൂ. അപ്പം ഗവൺമെൻറ് മേഖലയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു 640 മാർക്ക്, ഇന്ത്യയിൽ എവിടെയെങ്കിലുമാണ് വേണ്ടതെങ്കിൽ 610, സെൽഫ് ഫിനാൻസിങ് മേഖലയിലൊക്കെയാണ് വേണ്ടതെങ്കിൽ ഒരു 500. ഈ രീതിയിലാണ് കഴിഞ്ഞ വർഷം പോയതെന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മുടെ ഇനിയുള്ള 5 മാസക്കാലം നാം എത്രത്തോളം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതിനൊരു ടാർഗറ്റായിട്ട് വെക്കാനായി. ഇതിൻ്റെ എല്ലാം നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള വീഡിയോകൾ, ഓൾ ഇന്ത്യയുടെ ഓരോ കോളേജ്, ഓരോ റിസർവേഷൻ, കേരളത്തിലെ ഓരോ മെറിറ്റ്, ഓരോ റിസർവേഷൻ അനുസരിച്ചുള്ള വീഡിയോകൾ ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്കറിയാനുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്ന എപ്പിസോഡുകൾ തീർച്ചയായും. കാരണം ഇവിടെ നമുക്ക് റിസർവേഷൻ, EWS, അതുപോലെ തന്നെ SC ST, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദുയിസ്റ്റ്, അങ്ങനെ ധാരാളം റിസർവേഷൻ ഉണ്ട്. അതിനനുസരിച്ചെല്ലാം നമുക്ക് കുട്ടികൾക്കായിട്ട് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യല്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരുപാട് പേരൻസും വിദ്യാർത്ഥികളുമാണ് ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടി, കൃത്യമായ മറുപടി ഞങ്ങൾ തരാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വാരത്തെ ശിവൻ സാറിനൊപ്പത്തിൽ നമുക്ക് ടോപ്പ് വന്നിരിക്കുന്ന, അതായത് ഏകദേശം 11ഓളം ലൈക്കുകൾ വന്നിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു നമുക്ക് സമയത്തിനനുസരിച്ച് എല്ലാവരോടും തന്നെ എല്ലാ കമൻറ്റുകൾക്കും തന്നെ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയണം. പിന്നീട് അത് മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ഇപ്പോൾ ഈ വീഡിയോകളുടെ ഒക്കെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളുടെ കമൻറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡായിട്ട് തന്നെ നമുക്കിത് മറ്റൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്കത് ചെയ്യാം. ഈ പ്രോഗ്രാം നമുക്ക് വേറെ പാരലായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഇത്തവണ നമുക്ക് കൂടുതൽ കുട്ടികൾക്ക് അറിയേണ്ടത്, സർ നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് വന്നിരിക്കുന്ന ഒരു കമൻ്റാണ്. ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണോ? അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പേരോട് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് മറുപടി. തീർച്ചയായിട്ടും നമുക്ക് അത് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇനി നമുക്ക് ഈ ഒരു 6-7 മാസക്കാലം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാർ ഇത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളത്, പേര് അത്ര വ്യക്തമല്ല. OEC റിസർവേഷനുള്ള കുട്ടിക്ക് ഗവൺമെന്റ് കോളേജിൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര മാർക്ക് വേണ്ടി വരും ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ? ശരി. OEC റിസർവേഷൻ, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് OEC എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു റിസർവേഷൻ ആണെന്നുള്ളത് ആദ്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ OEC എന്ന് പറയുന്നതിനകത്ത് ഏതാണ്ട് 30ഓളം ജാതികളുണ്ട്. ആ 30 ജാതികൾക്കകത്ത് 28 ജാതി വിഭാഗങ്ങൾ OBC കാറ്റഗറിയിലുള്ളതാണ്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലുള്ള OBC കാറ്റഗറിക്കകത്തുള്ളവരാണ് OECയിൽ ഭൂരിഭാഗവും. ബാക്കിയുള്ള കൂടുതൽ ആൾക്കാരുണ്ട്, ധീവര വിഭാഗം, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗം, അങ്ങനെയുള്ള കുറച്ചുണ്ട്. പിന്നെ ജനറൽ വിഭാഗത്തിൽ നിന്ന് 2 ജാതികളുണ്ട്. ഇവരെല്ലാവരെയും കൂടിയാണ് OEC എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് അവരേത് കോളേജിൽ ചേർന്ന് കഴിഞ്ഞാലും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് OECയുടെ പ്രത്യേകത. അപ്പം OEC എന്ന് പറഞ്ഞത് കൊണ്ടൊരു സീറ്റ് കിട്ടില്ല. പകരം ഏത് കോളേജിൽ ചേർന്ന് കഴിഞ്ഞാലും അത് മൈനോറിറ്റി ആയിരിക്കരുത്, NRI സീറ്റും ആയിരിക്കരുത്. അതല്ലാതെ ഏത് ഗവൺമെൻറ് മേഖലയിൽ ചേർന്നാലും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ചേർന്നാലും 25,000 രൂപ ഫീസുള്ള MBBS ചേർന്നാലും 7.5 ലക്ഷം ഫീസുള്ള MBBS ചേർന്നാലും 1 രൂപ പോലും ട്യൂഷൻ ഫീസായിട്ട് കൊടുക്കണ്ട എന്നുള്ളതാണ് OECയുടെ പ്രത്യേകത. ഇത് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെ MBBSലും ഉണ്ട്, സ്വകാര്യ മേഖലയിലെ MBBSലും ഉണ്ട്. അപ്പം OEC എന്ന് പറയുന്നത് സീറ്റ് റിസർവേഷൻ അല്ല, ഫീസ് ഇല്ല, ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സൗകര്യമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ OEC നമ്മളുടെ ജാതി BH, ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിലാണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് സീറ്റ് എങ്ങനെ കിട്ടും? ആദ്യം നമ്മളെ ജനറലായിട്ട് പരിഗണിക്കും. ജനറലായിട്ട് സീറ്റ് നൽകാൻ നിവൃത്തിയില്ലെങ്കിൽ BH OBC ആയിട്ട് നമ്മളെ പരിഗണിക്കും. നമുക്ക് സീറ്റ് നൽകാവോ എന്ന് നോക്കും. എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത 2ാമത്തെ ഓപ്ഷനിലോട്ട് പോവുകയുള്ളൂ. അപ്പം സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓപ്പൺ വിഭാഗത്തിലും എന്ത് കാസ്റ്റാണോ താങ്കൾ, ആ BH ആണ് BH, ധീവരയാണ് ധീവര, അതുപോലെ തന്നെ BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ് അങ്ങനെ, KU ആണ് അങ്ങനെ, KN ആണ് അങ്ങനെ, ആ വിഭാഗത്തിൻ്റെ സീറ്റാണ് കിട്ടുന്നത്. എന്നിട്ട് എവിടെയാണെങ്കിലും ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട എന്നുള്ളതാണ് OEC എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് എത്ര മാർക്ക് വരെയുള്ളവർക്ക് കിട്ടിയെന്നുള്ള ചോദ്യത്തിന് എന്ത് പറയാൻ സാധിക്കും? BHൻ്റെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വിഭാഗമാണെങ്കിൽ ധീവരയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ KU വിഭാഗം, KN വിഭാഗം, SC വിഭാഗം, ST വിഭാഗം, അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ റിസർവേഷൻ്റെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നാണ് നോക്കേണ്ടത്. OEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോളേജിൽ ചേർന്നാലും ഗവൺമെൻറ് മേഖല എന്നില്ല, സ്വകാര്യ മേഖല എന്നുള്ളതില്ല,
ട്യൂഷൻ ഫീസ് 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഒരു കുട്ടി 7.5 ലക്ഷം കൊടുത്ത് ചേരുമ്പോൾ, OEC അല്ലാത്തൊരു കുട്ടി 7.5 ലക്ഷം കൊടുത്ത് ചേരുമ്പോൾ അവിടുത്തെ ചിലവിലേക്കായിട്ട് 1 ലക്ഷം രൂപ അല്ല 1.5 ലക്ഷം രൂപ ചിലവ് ഹോസ്റ്റൽ ഫീസും ബിൽഡിംഗ് ഫണ്ട്, ലൈബ്രറി ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അഡീഷണൽ ഫീസും മേടിക്കാറുണ്ട്. ആ ഫീസ് OECക്കാർ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ ഫീസ് 7.5 ലക്ഷം കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ നമുക്കൊരു 10,000-15,000 രൂപയോളം അഡീഷണൽ ആയിട്ട് നമുക്ക് ചിലവ് വരും. അത് OECക്കാർ കൊടുക്കേണ്ടി വരും. എന്നാൽ 25,000 രൂപയുള്ള ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഗവൺമെൻറ് മേഖലയിൽ OEC ഉണ്ട്, കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിലും OEC ഉണ്ട്. ഫീസ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഏത് റിസർവേഷൻ ഉള്ളവരാണോ അതിനനുസരിച്ചാണ് സീറ്റ് കിട്ടുന്നത്. സർ, അതുപോലെ തന്നെ രേമാദേവി എന്ന് പറയുന്ന ഒരാളുടെ ഒരു കമൻ്റ് ഇട്ട്, സാർ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ SC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യേണ്ട ഓതറൈസർ ആരാണെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പം ഇപ്പം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് SC വിഭാഗത്തിനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നീറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും കേരള തലത്തിലാണെങ്കിലും തഹസീൽദാരെന്നുള്ള സർട്ടിഫിക്കറ്റാണ്. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനായിട്ടുള്ളതോ അല്ലെങ്കിൽ നീറ്റിൻ്റെ പ്രോസ്പെക്ടസിൽ നിന്നുള്ള ഓഫ്ലൈൻ രീതിയിലുള്ളതോ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. ഇഷ്യൂ ചെയ്യേണ്ടത് തഹസീൽദാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടിനും വേണ്ടത് എയിംസ് ആവാം, ജിപ്മർ ആവാം, ഓൾ ഇന്ത്യ കോട്ടയാവാം, ESI ആവാം, കേരള മെഡിക്കൽ ആവാം. അതായത് കേരളത്തിലെ ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല എല്ലാത്തിനും തഹസീൽദാരാണ് തരേണ്ടത്. അത് ഓൺലൈൻ രീതിയിൽ അക്ഷയയിൽ നിന്ന് കിട്ടുന്നതും വാലിഡാണ്, ഓഫ്ലൈൻ രീതിയിൽ പോയി എഴുതി മേടിക്കുന്നതും വാലിഡാണ്. അതുപോലെ തന്നെ ഇനി OBC പറയുകയാണെങ്കിൽ, ഇതോട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ OBC നോൺ ക്രിമി ലെയർ, OBC നോൺ ക്രിമി ലെയർ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESI എന്നിവ നൽകേണ്ടത് തഹസീൽദാരാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, കേരള എഞ്ചിനീയറിങ്, കേരള ബിഫാം, അങ്ങനെ കേരളത്തിലെ കേരള എൻട്രൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രിമി ലെയർ നിർബന്ധമായിട്ട് വേണം. ന്യായമായിട്ടും എല്ലാവരുടെയും സംശയം, ഹയർ അതോറിറ്റി ആയിട്ടുള്ള തഹസീൽദാർ തന്നാൽ അത് തന്നെ കേരളത്തിലും വാലിഡ് അല്ലേന്നാണ്. ഒരിക്കലുമല്ല. OBC നോൺ ക്രിമി ലെയർ സെൻട്രൽ പർപ്പസ് എന്നുമുണ്ട്, സ്റ്റേറ്റ് പർപ്പസ് എന്നുമുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇത് രണ്ടും മേടിക്കണം. പക്ഷേ SCക്കും STക്കും അങ്ങനെ വേണ്ട. തഹസീൽദാരുടെ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതിയാകും. EWSനും ഈ വ്യത്യാസമുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനത്തിനെല്ലാം തഹസീൽദാരാണ് തരേണ്ടത്. കേരളത്തിലെ ഗവൺമെൻറ് MBBSനും സെൽഫ് ഫിനാൻസിങ് MBBSനും വില്ലേജ് ഓഫീസറാണ് നൽകേണ്ടത്. സർ, അതുപോലെ കോമൺ ആയിട്ടുള്ളൊരു സംശയമാണെന്ന് തോന്നുന്നു, 20ഓളം ലൈക്കുകളുണ്ട്. വിശ്വകർമ്മ കാറ്റഗറിക്ക് കേരളത്തിൽ കിട്ടാൻ എത്ര മാർക്ക് വേണം? നമുക്കറിയാം വിശ്വകർമ്മ വിഭാഗം. ഇവിടെ നമുക്ക് ഈ കേരളത്തിൻ്റെ റിസർവേഷൻ രീതികൾ പറയുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ OBC 27% സംവരണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഈ 27%നെ ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ലാറ്റിൻ കാത്തലിക്സ് അങ്ങനെ തരം തിരിച്ചിരിക്കുകയാണ്. അതിൽ വിശ്വകർമ്മ സമുദായത്തിൻ്റെ റിസർവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. 1% റിസർവേഷനാണ് കേരളത്തിലുള്ളത്. അദ്ദേഹം വരുമ്പോൾ ഏതാണ്ട് നമുക്ക് കഴിഞ്ഞ തവണത്തെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 4 റൗണ്ട് ഉള്ളതിൽ 3ാമത്തെ റൗണ്ട് വരെ വിശ്വകർമ്മ സമുദായത്തിനായിട്ട് സീറ്റുകൾ വേക്കൻസി ഉണ്ടായിരുന്നു. ഏതാണ്ട് 2100ഓളം കേരള മെഡിക്കൽ റാങ്കിനാണ് വിശ്വകർമ്മ സമുദായത്തിന് ഗവൺമെൻറ് MBB സീറ്റ് കിട്ടിയത്. ഏതാണ്ട് നമുക്ക് മാർക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് 607 മാർക്ക്, 608 മാർക്ക് തൊട്ടടുത്ത്, അതായത് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് കിട്ടിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മാർക്ക് 605നും 607നും ഇടയ്ക്കുള്ള മാർക്കിനാണ് വിശ്വകർമ്മ സമുദായത്തിന് 3ാമത്തെ റൗണ്ടിൽ കേരളത്തിൽ ഗവൺമെൻറ് MBB സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് വെക്കുമ്പം ഒരു 620, 630 റേഞ്ചിനൊക്കെ മുകളിൽ മാർക്ക് മേടിക്കത്തക്ക രീതിയിൽ വരണം. എന്നാലേ നമുക്ക് ഉറപ്പായിട്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഗവൺമെൻറ് MBB സിയിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നമ്മളെ OBC എന്നാണ് പരിഗണിക്കുന്നത്. അവിടെ നമുക്ക് കഴിഞ്ഞ തവണ 610 മാർക്കായിരുന്നു ടാർഗറ്റ് നമുക്ക് ലഭിച്ചത്, ഗവൺമെൻറ് MBB സീറ്റ് ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രേക്ഷക സിമി എന്ന് പറയുന്ന ഒരു വ്യക്തി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 വർഷം പോകുമോ അതോ അടുത്ത അലോട്ട്മെൻറ്റിൽ ജനറലായിട്ട് കൺസിഡർ ചെയ്യും? തീർച്ചയായിട്ടും. കാരണം ഇവിടെ നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുക, കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു കുട്ടി 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണ്, ഏകീകൃത കൗൺസിലിംഗ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ 2ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വിളിക്കുന്നത് നീറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ അവിടെ
അതിനകത്ത് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ കാറ്റഗറി പറഞ്ഞാൽ മാത്രം മതി, OBC എന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം പരീക്ഷ നടക്കുന്നു, ഓൾ ഇന്ത്യ റാങ്ക് വരുന്നു, കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നു. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ കോളേജിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ OBC എന്ന് വെച്ചു. അത് നമുക്ക് അതിന് ശേഷം അതായത് നമ്മൾ തഹസീൽദാരോട് ചോദിക്കാൻ പോയില്ല, അപ്പം നമ്മൾ പകരം OBC എന്ന് വെച്ചു. കാരണം നമ്മൾ ഈഴവ ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലിം ആയിരുന്നു, നമ്മൾ OBC എന്ന് വെച്ചു നീറ്റിന് അപ്ലൈ ചെയ്തപ്പം. പക്ഷേ പരീക്ഷ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് തഹസീൽദാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നോൺ ക്രിമിലെയറിന് നിയമങ്ങൾ ഉണ്ട് എന്നും നമ്മൾ അതിന് അർഹതയല്ല എന്നും മനസ്സിലായത്. അപ്പം OBC കാസ്റ്റ് ആണെങ്കിലും നോൺ ക്രിമിലെയർ കിട്ടുന്ന ആൾ മാത്രമേ OBC എന്ന് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അൺറിസർവ്ഡ്, ഓപ്പൺ, ജനറൽ എന്നാണ് വെക്കേണ്ടിയിരുന്നത്. നമ്മൾ അറിയാതെ വെച്ചുപോയി. അങ്ങനെ വെച്ചു, പരീക്ഷ കഴിഞ്ഞു, അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നമുക്ക് OBC ആയിട്ടാണ് നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് OBC ആയിട്ട് സീറ്റ് കിട്ടി. നമ്മൾ അടുത്ത 7 ദിവസത്തിനുള്ളിൽ ആ കോളേജിൽ എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലണം. അവിടെ ചെന്നപ്പോൾ നമ്മുടെ നോൺ ക്രിമിലെയർ തഹസീൽദാർ എന്നുള്ള ഇല്ലാത്തത് കൊണ്ട് ആ അഡ്മിഷൻ ക്യാൻസൽ ആയിപ്പോയി. പകരം രണ്ടാമത്തെ റൗണ്ട് മുതൽ, അല്ലെങ്കിൽ എപ്പോഴാണോ OBC ആയിട്ട് കിട്ടിയത് അതിന് ശേഷമുള്ള റൗണ്ടുകളിൽ നമ്മളെ ജനറലായിട്ട് പരിഗണിക്കുകയും ചെയ്യും. ഇനി കേരളത്തിൻ്റെ സ്ഥിതി, കേരള മെഡിക്കലിന് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് OBC നോൺ ക്രിമിലെയറിന് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ നോൺ ക്രിമിലെയർ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപേക്ഷിക്കുമ്പോൾ തന്നെ വില്ലേജ് ഓഫീസറുടെ നോൺ ക്രിമിലെയർ വെച്ചാൽ മാത്രമേ നമുക്ക് OBC എന്ന് കിട്ടുകയുള്ളൂ. നീറ്റിന് നമ്മൾ വെറുതെ നമ്മൾ OBC എന്ന് വെച്ചേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് വെച്ചില്ല. കേരളയ്ക്ക് അങ്ങനെയല്ല, നമ്മൾ OBC എന്ന് വെക്കാൻ ചോദിച്ചിട്ടില്ല. പകരം നമ്മുടെ നോൺ ക്രിമിലെയർ വെച്ച് കഴിയുമ്പോഴാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ OBCയിലോട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രസക്തി ഇല്ല. കേരളത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കാസ്റ്റിൽ നിലനിൽക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ തലത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ ജനറലായിട്ട് പരിഗണിക്കും. സർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷക റാണി ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം, സാർ കേരളത്തിൽ EWS സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തു ചെയ്യണം, അതിൻ്റെ ഇൻകം എത്രയാണ്, ഹൗസിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ നോക്കുമോ? ഓക്കെ, മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു 2 തരത്തിൽ EWS സർട്ടിഫിക്കറ്റ് ഉണ്ട്. സെൻട്രൽ പർപ്പസിന് തഹസീൽദാരുടെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ EWS റിസർവേഷൻ, അതായത് കഴിഞ്ഞ തവണ EWS കാറ്റഗറിയിൽ ഏതാണ്ട് 156ാമത്തെ ആൾക്ക് വരെ, ഏതാണ്ട് 580 മാർക്കിന് അടുത്ത് വരെ ഉള്ള കുട്ടിക്ക് ഈ മേഖലയിൽ പ്രവേശനം കിട്ടിയിരുന്നു. അപ്പം അതിന് വേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കേരളത്തിൻ്റെ EWS അനുസരിച്ച് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നോക്കുകയില്ല. പകരം നമ്മളുടെ വീട് എവിടെയാണ് ഇരിക്കുന്നത്, പഞ്ചായത്തിലാണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷനാണോ, അതിനനുസരിച്ചുള്ള സ്ഥലത്തിൻ്റെ വലിപ്പം മാത്രമേ നോക്കുകയുള്ളൂ. കോമൺ ആയിട്ട് ആനുവൽ ഇൻകം, നമ്മുടെ സാലറി ഉൾപ്പെടെയുള്ള വീട്ടിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടെയുള്ള മൊത്തം സാലറി, മൊത്തം വരുമാനം എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. പഞ്ചായത്തിലാണ് വീടെങ്കിൽ പുരയിടമോ കൃഷിസ്ഥലമോ എന്ത് മേഖലയാണെങ്കിലും 2.5 ഏക്കറിൽ താഴെയായിരിക്കണം സ്ഥലം. അപ്പോൾ 2 നിയമങ്ങളേ ഉള്ളൂ. പഞ്ചായത്താണെങ്കിൽ 4 ലക്ഷത്തിൽ താഴെയുള്ള മൊത്തം സ്ഥലം 2.5 ഏക്കറിൽ താഴെയുള്ള എല്ലാവരും EWSകാരാണ് പഞ്ചായത്തിൽ. മുനിസിപ്പാലിറ്റിയിലാണെങ്കിലോ 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം, മൊത്തം സ്ഥലം 75 സെൻറ്റ് ആകാം, പക്ഷേ പുരയിടം, വീട് വെക്കാവുന്നത്, ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് 20 സെൻറ്റേ ആകാൻ പാടുള്ളൂ. കോർപ്പറേഷനിലാണെങ്കിലോ 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം ആനുവൽ ഇൻകം, മൊത്തം സ്ഥലം 50 സെൻറ്റേ ആകാവുള്ളൂ, പുരയിടം എന്ന് പറയുന്നത് 15 സെൻറ്റേ ആകാൻ പാടുള്ളൂ. ഈ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഇതിൽ എല്ലായിടത്തിലും സ്ഥലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഉണ്ടെങ്കിലോ കൂടിയത് ഏതാണോ അത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ നിയമങ്ങൾ മാത്രമേ കേരളത്തിലെ EWS സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസർ നൽകുന്നതിന് നിയമപരമായിട്ട് ഈ 2 നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഏതാണ്ട് 130ഓളം സീറ്റുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ 156ാമത്തെ കാറ്റഗറിക്ക് വരെയുള്ളവർക്ക് ഈ രീതിയിൽ 25,000 രൂപ വാർഷിക ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിച്ചു. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും മൈനോറിറ്റി കോളേജ് അല്ലാത്ത കോളേജിൽ EWS റിസർവേഷൻ ഉണ്ട്. കേരള മെഡിക്കൽ റാങ്ക് 18,000, അതായത് ഏതാണ്ട് 350 മാർക്കിന് അടുത്ത് വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഈ മാർക്കിന് 7.5 ലക്ഷം 7.5 ലാക്സ് കൊടുത്തുകൊണ്ട്, അപ്പോൾ EWS ആണെങ്കിൽ ഫീസ് കുറവില്ല, 7.5 ലക്ഷം തന്നെ കൊടുത്തുകൊണ്ടുള്ള സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ EWS റിസർവേഷൻ അനുസരിച്ച് മൈനോറിറ്റി കോളേജ് അല്ലാത്ത കോളേജുകളിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാം ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം 3 കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, കേരള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജ്, അതായത് കാറ്റഗറിയിൽ
35% സീറ്റ് ലഭിക്കുമോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് 7 കോളേജുണ്ട്, മുസ്ലിം മൈനോറിറ്റിക്ക് 6 കോളേജുകളുമുണ്ട്. ഈ കോളേജുകളിലെ 35% സീറ്റുകൾ അതായത് സമുദായങ്ങൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. 2018 വരെ റോമൻ കാത്തലിക്സ്, യാക്കോബൈറ്റ്, മലങ്കര അങ്ങനെ പല ക്രിസ്ത്യൻ ഉപവിഭാഗത്തിനായിരുന്നു ഓരോ കോളേജിലെ സീറ്റ്. എന്നാൽ 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് പരിഗണിക്കണം. ഒരു ക്രിസ്ത്യന് മാത്രമായിട്ടില്ല, എല്ലാ ക്രിസ്ത്യൻസിനും തുല്യ അവകാശമാണ്. ഓൾ ക്രിസ്ത്യൻസ്, അങ്ങനെ ഓൾ ക്രിസ്ത്യൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ വില്ലേജ് ഓഫീസിൽ നിന്ന് ഹാജരാക്കുന്നവരെ ഈ 7 കോളേജുകളിൽ അമല, ജൂബിലി, പുഷ്പഗിരി, കോലഞ്ചേരി, ബിലീവേഴ്സ്, സോമർവെല്ല്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ 7 മെഡിക്കൽ കോളേജിൽ 440ഓളം സീറ്റുകളാണുള്ളത്. 7.5 ലക്ഷമാണ് വാർഷിക ഫീസ്. അഡീഷണൽ ആയിട്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിന് ഓൾ ക്രിസ്ത്യൻ എന്നുള്ള കാറ്റഗറിയിൽ ഏതാണ്ട് 440 മാർക്കിന് അടുത്ത് വരെ ഉള്ളവർക്ക് 3ാമത്തെ റൗണ്ടിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് MBBSന് പ്രവേശനം ലഭിച്ചു. അപ്പോൾ ക്രിസ്ത്യൻസിന് ജനറലായിട്ടും ഈ കോളേജുകളിൽ ഈ 7 കോളേജുകളിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. നമ്മൾ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ മതിയാകും. എന്നാൽ ഗവൺമെൻറ് കോളേജുകൾ മൈനോറിറ്റി സീറ്റ് ഉണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ കോളേജുകളിലും ക്രിസ്ത്യൻസിനും, മുസ്ലിം കോളേജുകളിൽ മുസ്ലിംസിനുമാണ് മൈനോറിറ്റി ഉള്ളത്. സർ, അതുപോലെ തന്നെ പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സർ, എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കേണ്ട ആവശ്യകതയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം വിദേശങ്ങളിൽ ഉള്ള ധാരാളം ആൾക്കാർക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉള്ളവരാണെങ്കിലും എല്ലാവരുടെയും ഒരു സംശയമാണ്, നമ്മൾ 2 ആപ്ലിക്കേഷൻ വെക്കണം നമ്മൾ പറഞ്ഞു. എല്ലാവരും നീറ്റിനും അപ്ലൈ ചെയ്യണം, കേരള മെഡിക്കലിനും അപ്ലൈ ചെയ്യണം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതായിട്ടുണ്ടോ? ഇൻകം വെച്ചിട്ട് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഇൻകത്തിൻ്റെ എമൗണ്ട്, ഒരു വേഗമായിട്ടുള്ളൊരു എമൗണ്ട് ഏതാണ്ട് ഇത്ര, ഇപ്പോൾ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്, അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ താഴെയാണെന്നുള്ളൊരു എമൗണ്ട് കാണിക്കണമെന്നല്ലാതെ, അത് ചുമ്മാ നമ്മൾ ഓൺലൈൻ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഡാറ്റാബേസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു എമൗണ്ട് ചോദിക്കുന്നു എന്നല്ലാതെ ഇൻകം ബേസ്ഡ് മാത്രമായിട്ട് ഒരു റിസർവേഷനും കേരളത്തിൽ മെഡിക്കലിനില്ല. എന്നാൽ എഞ്ചിനീയറിങ്ങിന് ഉണ്ട് താനും. എഞ്ചിനീയറിങ്ങിന് വരുമാനം കുറവുള്ളവർക്ക് ഫീസ് വേവർ സ്കീമുണ്ട്. പക്ഷേ മെഡിക്കലിന് അങ്ങനെ ഇല്ല. മെഡിക്കലിന് എങ്ങനെയാണുള്ളത്? OEC വിഭാഗമാണെങ്കിൽ 6 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഫീസ് ഇല്ലാതെ പഠിക്കാം. പക്ഷേ OEC ആയിരിക്കണം. അതുപോലെ ഇൻകം വെച്ച് മാത്രം റിസർവേഷൻ കിട്ടുന്ന വേറൊരു വിഭാഗങ്ങളില്ല. അപ്പം ഇപ്പോൾ OBC ആണ്, ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണോ? വേണ്ട, നോൺ ക്രിമിനൽ വെച്ചാൽ മതി. EWS ആണ്, ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണോ? വേണ്ട, EWS സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചാൽ മതി. ജനറൽ വിഭാഗമാണ്, ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണോ? യാതൊരു ആവശ്യവുമില്ല. അപ്പം ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നീറ്റിനോ കേരള മെഡിക്കലിനോ ആവശ്യമില്ല. OEC വിഭാഗത്തിന് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നാൽ കേരള എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യുന്നവർക്ക് അതുണ്ടെങ്കിൽ, വരുമാനം കുറവാണെങ്കിൽ നല്ലതാണ് താനും. എന്നാൽ നമ്മളൊരു ഇൻകം പറയേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടതല്ല. ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ ഞങ്ങൾക്കറിയാം ഒരുപാട് പ്രേക്ഷകരാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കമന്റ് ഇട്ടത്. എല്ലാവരുടെയും തീർച്ചയായും എല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ്. എല്ലാം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ശിവൻ സാർ ആദ്യമേ തന്നെ ഒരു ആശയം പങ്കുവച്ചിരുന്നു. ഇനി വരുന്ന വാരം മുതൽ ഞങ്ങളൊരു സമയം നിങ്ങളെ മുൻകൂട്ടി തന്നെ അറിയിക്കാം. നിങ്ങളുടെ മറുപടികൾക്ക് തന്നെ, അതായത് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ അടിയിൽ നമ്മുടെ പേരൻസ് ഇടുന്ന അല്ലെങ്കിൽ എല്ലാ കമന്റുകളെയും നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ടാണ് തീരുമാനം. ഓക്കെ, അപ്പോൾ എല്ലാ കമന്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയുമായിട്ട് നമ്മളൊരു പ്രോഗ്രാം ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും. ഈ വരുന്ന വാരം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അടിയിലും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറയാൻ, ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ കമൻറ്റുകൾക്കുള്ള മറുപടിയും ഒക്കെ ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. സോ മാക്സിമം നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനിടയിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റ് നീറ്റ് ആസ്പിറൻസിലേക്കും നമ്മുടെ ഈ പ്രോഗ്രാം ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ പേരിനെ അന്വർത്ഥമാക്കും വിധം ശിവൻ സാർ ഒപ്പമുണ്ട്, കൃത്യമായ മറുപടിയുമായി നിങ്ങളെ കൃത്യമായ ഡയറക്ഷനിലൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ വിട പറയുകയാണ്. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.